ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഡോക്ടർ രാജേന്ദ്രൻ, CMO ദീപം ഹോസ്പിറ്റൽ. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ECGനെ പറ്റിയാണ്, ഇലക്ട്രോ കാർഡിയോഗ്രാം. അപ്പോൾ ഇലക്ട്രോ കാർഡിയോഗ്രാമിനെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് ഒരു 3 വാക്കുകൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ഒന്ന് SA നോട്ട്, സൈനോ ഏട്രിയൽ നോട്ട്. 2 AV നോട്ട്, എട്രിയോ വെൻട്രിക്കുലാർ നോട്ട്. 3 പർക്കിഞ്ചി ഫൈബേഴ്സ്. ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. ആദ്യം SA നോഡിനെ പറ്റി പറയാം. SA നോഡ് സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് ഏട്രിയത്തിൻ്റെ, ഹാർട്ടിൻ്റെ റൈറ്റ് ഏട്രിയത്തിൻ്റെ വാളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഒരു ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസാണ്. യഥാർത്ഥത്തിൽ ഇതൊരു നാച്ചുറൽ പേസ് മേക്കറാണ്. ഹാർട്ടിൻ്റെ പേസ് മേക്കർ സാധാരണ വെക്കുന്ന പേസ് മേക്കർ പോലെ തന്നെ ഇതൊരു നാച്ചുറൽ പേസ് മേക്കറാണ്. അപ്പോൾ ഈ SA നോഡ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതൊരു 60, അതിൻ്റെ റേറ്റ് 60-നും 100-നും ഇടക്കായിരിക്കും. അത് ആ ഇമ്പൾസ് ഏട്രിയൽ മസിൽസ് വഴി, മസിൽ ഫൈബേഴ്സ് വഴി AV നോഡിലെത്തും, എട്രിയോ വെൻട്രിക്കുലാർ നോട്ട്. അത് കഴിഞ്ഞിട്ട് അത് പർക്കിഞ്ചെ ഫൈബേഴ്സ് വഴി വെൻട്രിക്കിളിൻ്റെ മൊത്തം മസിൽസിലും അത് വ്യാപിക്കുന്നു, ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് SA നോഡിൽ ഉണ്ടാകുന്ന ഇമ്പൾസ് ആദ്യമായിട്ട് ഈ ഏട്രിയത്തിനെ കൺട്രാക്റ്റ് ചെയ്യിക്കുന്നു. ഏട്രിയം കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഏട്രിയത്തിലുള്ള ബ്ലഡ് വെൻട്രിക്കിളിലോട്ട് കിടക്കും, ഹാർട്ടിൻ്റെ വെൻട്രിക്കിളിലോട്ട് കിടക്കും. അത് കഴിഞ്ഞ് AV നോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഇമ്പൾസ്, ഈ AV നോഡും സ്പെഷ്യൽ ടൈപ്പ് ഓഫ്, നമ്മുടെ SA നോഡ് പോലെ തന്നെ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസാണ്, എ ഗ്രൂപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ്. അതും ഇതുപോലെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പർക്കിഞ്ചി ഫൈബേഴ്സിലോട്ട് കടക്കും. പർക്കിഞ്ചി ഫൈബേഴ്സിലോട്ട് കടന്നു കഴിഞ്ഞാൽ അത് ഹൃദയം മൊത്തം വ്യാപിച്ചിട്ട് വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യും. ഈ വെൻട്രിക്കിൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഈ ബ്ലഡ് അയോട്ട, മഹാധമനി വഴി ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ എത്തുന്നു. അത് കഴിഞ്ഞ് ഹാർട്ടിൻ്റെ റിലാക്സേഷനാണ്. ഇപ്പോൾ ആദ്യം ഹാർട്ട് ചുരുങ്ങിയിട്ട് അതുപോലെ തന്നെ അത് പഴയ രീതിയിലാകുന്നു. അപ്പോൾ ഇതാണ് ഹാർട്ടിൽ നടക്കുന്ന ആക്ഷൻ. അപ്പോൾ ECG എടുത്ത നമ്മൾ ആ ഇലക്ട്രോ കാർഡിയോഗ്രാം, അതിൻ്റെ ഒരു ഫിഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ ആ P വേവ് നമ്മുടെ ഏട്രിയൽ കൺട്രാക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ആ QRS കോംപ്ലക്സ്, അത് വെൻട്രിക്കുലാർ കൺട്രാക്ഷനെ സൂചിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ T വേവ് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യണതിനെ സൂചിപ്പിക്കും. അപ്പോൾ ഹാർട്ടിൻ്റെ മേൽപ്പറഞ്ഞ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഈ ഹൃദയത്തിൻ്റെ ആക്ഷൻ, ഹൃദയത്തിൻ്റെ അകത്തുള്ള ആക്ഷൻ എല്ലാം കഴിഞ്ഞ് അത് ശരീരത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലോട്ട് പോകും. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യുന്ന ഒരു മിഷനാണ് ECG മിഷൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോഡുകൾ നെഞ്ചത്തും 2 കൈകളിലും, റിസ്റ്റിന് കുറച്ച് ഇപ്പുറത്തായിട്ട്, റിസ്റ്റിൻ്റെ ഈ ഭാഗത്തുനിന്ന് കുറച്ച് ഈ ഭാഗത്തായിട്ട്, രണ്ട് റിസ്റ്റിൻ്റെ ആ ഭാഗത്തായിട്ട് ഇലക്ട്രോഡുകൾ വെക്കും. അതുപോലെ തന്നെ ഇടത്തെ കാലിൻ്റെ ആ ആംഗിളിന് കുറച്ച് മുകളിലായിട്ട്. നമ്മുടെ കയ്യിലും കാലിലും ഫിറ്റ് ചെയ്യുന്ന ആ ഇലക്ട്രോഡുകൾ ലിംബ് ലീഡ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റിൽ ഒരു 6 ലീഡ്സുകൾ പിടിപ്പിക്കും, അതിനെ ചെസ്റ്റ് ലീഡ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഇലക്ട്രോഡുകളാണ് നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ആദ്യത്തെ ഘടകം. അപ്പോൾ ഈ ഇലക്ട്രോഡുകൾ ഈ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഡിറ്റക്റ്റ് ചെയ്യും. അത് അവസാനം ECG മിഷനിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ ECG മിഷൻ ഈ സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ പരുവത്തിലാക്കി എടുക്കുന്നു. ഈ ആംപ്ലിഫൈ ചെയ്ത ശേഷമുള്ള ഈ സിഗ്നൽസിനെ ഒരു ഗ്രാഫ് പേപ്പറിലോട്ട് ഇത് പകർത്തുന്നു. ഹീറ്റ് സെൻസിറ്റീവ് ഗ്രാഫ് പേപ്പറാണ്. അപ്പോൾ അതിലോട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നു. അപ്പോൾ ഈ ECG പേപ്പറിൽ
റെക്കോർഡ് ചെയ്തത് നേരെ ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ കയ്യിൽ കൊണ്ടുചെന്ന് കൊടുക്കുന്നു. അദ്ദേഹം അത് നോക്കുന്നു. അപ്പോൾ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അദ്ദേഹം കണ്ടുപിടിക്കുന്നു, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതാണ് ECG പ്രയോജനം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈ ECG കൊണ്ടുള്ള പ്രയോജനങ്ങൾ. അപ്പോൾ ഏറ്റവും പ്രധാനം ഹാർട്ട് റേറ്റ്, അതുപോലെ ഹാർട്ടിൻ്റെ റിതം. അപ്പോൾ ഹാർട്ട് റേറ്റ് സാധാരണ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 60-നും 100-നും ഇടക്കാണ് പെർ മിനിറ്റ്. അപ്പോൾ ഈ 60-ന് താഴെ വരികയാണെങ്കിൽ അതിന് ബ്രഡികാർഡിയ എന്ന് പറയും. അതുപോലെ തന്നെ 100-ന് മുകളിൽ വരികയാണെങ്കിൽ അതിന് ടക്കികാർഡിയ എന്ന് പറയും. അതുപോലെ തന്നെ ഏട്രിയൽ ഫ്ലട്ടർ, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഇതൊക്കെ ആ റേറ്റ് എൻ്റെ അബ്നോർമാലിറ്റീസാണ്. അതുപോലെ തന്നെ റിതം അബ്നോർമാലിറ്റീസ്, ഈ ഹൃദയത്തിൻ്റെ താളം, അതിൻ്റെ അബ്നോർമാലിറ്റീസ്. അപ്പോൾ ഈ അരിത്മിയാസ് എല്ലാം ചിലപ്പോൾ വലിയ കാർഡിയാക് പ്രോബ്ലംസ് കൊണ്ട് ആകാം, അറ്റാക്ക് കൊണ്ടാകാം, ഈ ഹാർട്ട് റേറ്റ്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നോക്കുന്ന ഡോക്ടർക്ക് ആ ECG റീഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും. പിന്നെ നമുക്ക് ECGയിൽ മനസ്സിലാകുന്നത് ആ ഹാർട്ടിൻ്റെ മസിൽസിൻ്റെ തിക്നെസ് കൂടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഈ ECG നോക്കുമ്പോഴറിയാം. ഈ ഹാർട്ടിൻ്റെ മസിൽസ് പല കാരണങ്ങൾ കൊണ്ടും തിക്നെസ് കൂടാം. ഉദാഹരണത്തിന് ഇത് ഹാർട്ട് പമ്പ് ചെയ്യുന്നത് ഒരു വലിയ പ്രഷറുള്ള ഒരു പേഷ്യൻ്റാണെങ്കിൽ അപ്പോൾ ഹാർട്ട് കൂടുതൽ മസിൽ പവർ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ അത് ഹൈപ്പർട്രോഫി അടിക്കും, ഈ മസിൽ ഹൈപ്പർട്രോഫീഡാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ECG എടുക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ നമ്മൾക്ക് ECGയിൽ മയോകാർഡിയൽ ഇൻഫാർഷൻ, ഇസ്കീമിയ എല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഈ ECG വളരെ സഹായിക്കും. അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിലുള്ള ചില ഇലക്ട്രോലൈറ്റ് ഇംബാലൻസുകൾ കണ്ടുപിടിക്കാനായിട്ട് ഈ ECG നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ചില മരുന്നുകളുടെ ടോക്സിസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ECG സഹായിക്കും. അതുപോലെ തന്നെ കാർഡിയോമയോപ്പതി, ഈ ഹാർട്ട് വളരെ വലുതാകുന്ന ചില കണ്ടീഷനുണ്ട്, കാർഡിയോമയോപ്പതി, അത് കണ്ടുപിടിക്കാൻ ECG സഹായിക്കും. ഇങ്ങനെ എല്ലാം കൊണ്ടും ഹാർട്ടിൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് നമുക്ക് എപ്പോഴും ഉപകരിക്കുന്നത് ഈ ECG ആണ്. അപ്പോൾ ഒരു സാധാരണക്കാരന് അറിയേണ്ട കാര്യങ്ങളെല്ലാം ECGയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇതൊന്ന് ഇട്ട് കാണുക. ഇട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.